ഇങ്ങനെ ഒരു യാത്ര പോകണം. അതും നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ ഒരു സുഹൃത്തൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പിന്നെ ഇവിടെ ലീവാണ്. ഇപ്പോൾ ബഹ്റൈൻ വിജയിച്ചിട്ടുണ്ട് ഫുട്ബോളിൽ. അടിപൊളി കളിയായിരുന്നു, സൂപ്പർ കളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ 5 മണിക്ക് അടിപൊളി തകർപ്പൻ ഒരു എന്താ പറയുക ഒരു റാലി. അവർ ആ ടീം വരുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ കറങ്ങും, സ്വീകരണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കറങ്ങുന്നത്, അതായത് നമ്മുടെ സ്നേഹിതനാണ്. ഒന്ന് നോക്കിയാൽ മുത്തേ, നമ്മുടെ നാട്ടുകാരനാണ്, സുഹൃത്താണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ബഹ്റൈൻ മനാമയിലുള്ളത്. മനാമയിലേക്ക് ഇത് കിടക്കാൻ പോകുന്നു. 5 മിനിറ്റ് കൊണ്ട് ഈ സിഗ്നലിൽ ഓപ്പണായ മനാമയിലേക്കാണ് കിടക്കും. ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ബഹ്റൈൻ ബേ എന്നുവെച്ചാൽ നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല അവിടെ അടിപൊളിയാണ്. എച്ച് ബിൽഡിംഗ് കണ്ട, അതൊക്കെ സൂപ്പറാണ്. കാരണം ഞാനിതിൽ എന്താ പറയുക, ബഹ്റൈനിലുള്ള ആൾക്കാർക്കൊന്നും ഒരു പുതുമല്ല, പക്ഷെ എന്നാലും നാട്ടിലുള്ള ആൾക്കാരെ കണ്ടോട്ടെ വെച്ചിട്ടുണ്ടാ. ഓക്കെ, മനാമയിലേക്ക് ഇങ്ങനെ കടന്നിട്ടാ. ഓക്കെ, ഈ സിഗ്നലിൽ ഓപ്പണായി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ മനാമയുടെ തന്നെ ഒരു ഐക്കനാണ് കേട്ടാ. എന്താ ഭംഗിയില്ലേ. ഇങ്ങനെ ഇതൊക്കെയാണ് മനാമ. ഇതാണ് മനാമയുടെ മെയിൻ എന്താ പറയുക റോഡാണ്. ഇതൊക്കെ ഇങ്ങനെ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പല ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ബിൽഡിംഗ് കണ്ടാ, ഇതാണ് ഷെറാട്ടൺ. ഓക്കെ, പിന്നെ മെയിൻ ഞാൻ ഗൾഫിൽ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വൃത്തി ക്ലീനാണ്. എല്ലാം അടിപൊളി വൃത്തിയാണ് ഇവിടെ. റോഡായാലും സൂപ്പറാണ്. പിന്നെ കുറേ സിഗ്നലുണ്ട്. അങ്ങനെ ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്, സിഗ്നലുണ്ട്. പക്ഷെ ട്രാഫിക്കിൻ്റെ വിഷയം, വൃത്തിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഫുള്ള് ബഹറാണ്. ബഹ്റൈൻ 2 കടൽ കൂടി തന്നെയാണ് ബഹർ ഐൻ 2. അപ്പോൾ ആ കടലുകൾ ഇങ്ങനെ തൂർത്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും, ഇപ്പോഴും തൂർത്തുകൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാനിങ്ങനെ ഇട്ടുതരും. ഈ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത് കടൽ തൂർത്തിട്ടുണ്ട്. നമുക്ക് ഇത് പവിഴ ദ്വീപ് മലയാളത്തിൽ അങ്ങനെ വിളിക്കാറുണ്ട്. ഒട്ടുമിക്ക മേഖലയിലും കടലാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ നല്ല അറബികളാണ്. എന്നുവെച്ചാൽ യാതൊരുവിധ അഹങ്കാരം ഇല്ലാത്ത, അത് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ വന്ന എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളെ അത്രയധികം ഒരു റെസ്പെക്റ്റോടെയാണ്. ചില അവൻ ഇന്ത്യക്കാരനാണ്, അവൻ അങ്ങനെയൊന്നുമില്ല. അത്രയും അവരെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ലവരെ ബഹുമാനിക്കും, നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. ഭയങ്കര റെസ്പെക്റ്റാണ്. പക്ഷെ അത് ഞാനിപ്പോൾ ഇതിന് മുമ്പിട്ട് അത് ഒരു നാട്ടിൽ കണ്ടിട്ടില്ല. ഹിന്ദി അങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന നാട്ടിൽ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബഹ്റൈൻ്റെ കുറേ കാഴ്ചകൾ കാണാം. ഞാനതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ബഹ്റൈൻ്റെ എന്നുവെച്ചാൽ 2 കടലിൻ്റെ തൂർത്തുകൊണ്ടിരിക്കുന്ന മേഖലയുടെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്യും. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലും അതിനായിട്ട് തുടങ്ങുന്നുണ്ട്. നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പുതിയ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒക്കെ ശരിയാവും. ബഹ്റൈൻ്റെ ഒട്ടുമിക്ക, അതുപോലെ ബഹ്റൈൻ്റെ ക്ഷേത്രങ്ങൾ, ബഹ്റൈനിലുള്ള ചർച്ചുകൾ, ബഹ്റൈൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മരുഭൂമിയിൽ വലിയ എന്താ പറയുക ഒരു മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിന് പേരെന്ന് പറഞ്ഞിട്ട് ലൈഫ് ഓഫ് ട്രീ. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട്, അതേപോലെ തന്നെ കടലിൽ ബഹ്റൈനിൽ നിന്ന് സൗദിക്കൊരു പാലുണ്ട്. വെച്ചാൽ കടലിലൂടെ അങ്ങനെ പോകണം. കടലിൽ കീറി മുറിച്ചിട്ടുള്ള പാലം തന്നെ പറയാം അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണണം. നിങ്ങളൊക്കെ നമ്മളോട് കട്ടക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. ബഹ്റൈൻ്റെ കുറേ കഥകൾ, ഇതൊക്കെ കടലാണല്ലോ. ഇത് സീഫ് എന്ന് പറയും, സീഫ്. അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് നമുക്ക്. അതുപോലെ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ വരുമ്പോൾ ആ കടലോരത്തൊക്കെ ഇരിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക സുഖമാണ്. ഒരു ഒറ്റപ്പെട്ടെന്നൊരു തോന്നലൊന്നുമില്ല. പ്രത്യേകിച്ച് ഗൾഫിലല്ലേ, ഡിപ്രഷൻ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മാറാൻ കുറച്ചുകൂടി ഒരു രസമാണ്. അതേപോലെ തന്നെ വലിയ ചെക്കിങ്ങാ, വലിയ പ്രശ്നങ്ങളാ, അറബികളാ, പോലീസാ, അങ്ങനൊന്നും ഇവിടെ ഒരു ഇല്ല. ഉണ്ട്, നമ്മൾ നേരെ പോയാൽ നേരെയാണ്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള യൂസഫ് സാഹിബിൻ്റെ ലുലു ആണിത്. ലുലു ബഹ്റൈനിൽ എവിടെ നോക്കിയാലും ലുലു കാണാം. ലുലു, റാമിസ്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നതാണ് യൂസഫ് സാഹിബിൻ്റെ ഒക്കെ ഈ ലുലു കാണുമ്പോൾ. ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്കൊരുപാട് അഭിമാനിക്കാം. പിന്നെ അത് വേറൊരു നമ്മളൊരു സുഹൃത്ത് കുവൈറ്റിൽ വന്നപ്പോൾ താമസിച്ചൊരു ഹോട്ടലാണത്.
ഗ്ലാസ് ബിൽഡിങ്. ഓക്കെ, നമ്മുടെ അങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആമർ ടൗൺ എന്ന് പറയും. ആമർ ടൗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വരാം. ഇന്ന് ലീവായതിൻ്റെ പേരിൽ വെറുതെ ഒന്ന് കറങ്ങേ. അപ്പോൾ ഇയാളറിയുന്ന ആൾക്കാർ നമ്മളൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ ആഷിക്ക പോവല്ലേ? ഓക്കെ.